ഹലോ എല്ലാവർക്കും ഫ്രെയിംവർക്ക് സ്റ്റുഡിയോസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. അപ്പോൾ നമ്മൾ ബ്ലെൻഡർ മെയ്ഡ് ഈ സീരീസ് 4th എപ്പിസോഡാണിത്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഒരു കാർ മോഡലാണ് ബ്ലെൻഡറിൽ മോഡൽ ചെയ്തെടുത്തത്. ഇന്ന് നമ്മൾ ഇതിൻ്റെ വീൽസ് അതേപോലെ ചില കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മറന്നുപോയ ചെറിയൊരു കാര്യമുണ്ട്. അതൊന്നുമല്ല, സേവ് ചെയ്തില്ല. Ctrl+S കൊടുക്കുക. Ctrl+S കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു വിൻഡോ വരുന്നതാണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് സീൻ എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. എൻ്റർ കൊടുക്കുക. സേവ് ആയിട്ടുണ്ട്. അപ്പോൾ വീൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു മെഷ് സർക്കിള് നമുക്ക് ആഡ് ചെയ്യാം. അതിന് മുന്നേ ഈ ഒരു കാറിന്റെ ബോഡി നമുക്ക് ഹൈഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ സീൻ കളക്ഷനിൽ ഐയുടെ ഒരു ഐക്കൺ ഉണ്ട്. അതിൽ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം എച്ച് കൊടുക്കുക. ഈ ഒരു ഹൈഡായി പോയ കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സീൻ കളക്ഷനിൽ ഏത് ഒബ്ജക്റ്റ് ആണോ അതിന് അടുത്തുള്ള ഐയുടെ ആ ഒരു സിമ്പല് വീണ്ടും പ്രസ് ചെയ്താൽ മതി. ഇതില് നമ്മുടെ 3D സീൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സീനിലുള്ള എല്ലാ കാര്യങ്ങൾക്കും കറക്റ്റ് ആയിട്ടുള്ളൊരു നെയിമിങ് കൊടുക്കണം. ഇപ്പൊ നമ്മൾ ചെയ്തൊരു കാറിന്റെ കളക്ഷൻ ഇൻഫോയിലോട്ട് വരുമ്പോൾ കാറിന് പേര് വന്ന് നടക്കുന്നത് ക്യൂബ് എന്നാണ്. അപ്പൊ ആ ഒരു ക്യൂബ് എന്നുള്ളത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ അതൊരു സെലക്ട് ചെയ്തതിന് ശേഷം ഡബിൾ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഇനി കാർ ബോഡി എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മളെ നെയിമിങ് ചേഞ്ച് ചെയ്ത് ഇടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഈ ഒരു ഒബ്ജക്ട്സ് എവിടെയാണ് കിടക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഹൈഡ് ചെയ്യാം. അതിനുശേഷം വീല് മേക്ക് ചെയ്യാം. അതിന് മെഷ് സർക്കിള് ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഈ ഒരു കാറ് കുറച്ച് ബ്ലോക്കി ആയതുകൊണ്ട് ഈ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർക്കിള് നമുക്ക് വർക്ക് ആകത്തില്ല. അതുകൊണ്ട് വെർട്ടീസസ് കൗണ്ട് നമുക്ക് ഒന്ന് കുറയ്ക്കാം. ഇപ്പൊ നമ്മൾ അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറയ്ക്കുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു ബ്ലോക്കായിട്ട് ഈ ഒരു സർക്കിള് മാറുന്നത് നമുക്ക് കാണാം. അപ്പൊ നമ്മൾക്ക് ഈ ഒരു വെർട്ടീസ് കൗണ്ട് 14 മാറ്റിയതിനു ശേഷം എഡിറ്റ് മോഡിലോട്ട് പോവുക. ഇപ്പൊ നമുക്ക് കാണാം ഈ ഒരു സർക്കിളിൽ ഫേസസ് ഒന്നുമില്ല, മൊത്തം എഡ്ജസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ടൂലോട്ട് പോയി എഡ്ജ് സെലക്ഷനിലോട്ട് പോവുക. അതിനുശേഷം ജസ്റ്റ് F പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ഫേസ് കിട്ടി, അത് ഫിൽ ആയിട്ടുണ്ട്. ഇപ്പോൾ അതൊരു 2 ഡയമെൻഷനുള്ള ഒബ്ജക്റ്റ് ആണ്. ഇതിന് ഫേസ് ഉണ്ട്, എഡ്ജ് ഉണ്ട്, വെർട്ടിസസ് ഉണ്ട്. ഇനി ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തതിനു ശേഷം ഈ കൊടുത്ത് എക്സ്ട്രൂഡ് ചെയ്യുക. Z ആക്സിസിലോട്ട് എക്സ്ട്രൂഡ് ചെയ്തതിനു ശേഷം I കൊടുത്ത് ഇൻസെറ്റ് ചെയ്യാം. എന്നിട്ട് വീണ്ടും എക്സ്ട്രൂഡ് എടുത്ത് താഴോട്ട് എക്സ്ട്രൂഡ് ചെയ്യുക. I കൊടുക്കുക. വീണ്ടും എക്സ്ട്രൂഡ് ചെയ്തതിനു ശേഷം കുറച്ചൊന്ന് S കൊടുത്ത് സ്കെയിൽ ചെയ്യുക. അപ്പൊ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു വീല് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്യണം. R/90. ഈ ഒരു സിമ്പിൾ ഓപ്പറേഷനിൽ വെച്ച് നമുക്ക് പ്രിസൈസ് ആയിട്ട് നമുക്ക് ഈ ഒരു റൊട്ടേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് സ്കെയിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. X2 എടുക്കണമെങ്കിൽ X ആക്സിസിലോട്ട് നമുക്ക് 2 യൂണിറ്റ് സ്കെയിൽ ചെയ്യാൻ പറ്റും. അത് നമുക്ക് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് ക്യാൻസൽ ചെയ്ത് നമുക്കിപ്പോൾ അത് ആവശ്യമില്ല. അതേപോലെ നമുക്ക് GZ2 ഇപ്പൊ സംഭവിച്ചതെന്ന് വെച്ചാൽ ലൊക്കേഷൻ Z ആക്സിസിലോട്ട് 2 യൂണിറ്റ്സ് മൂവ് ചെയ്തു. അത് തന്നെ നമുക്ക് ഈ മൂവ്, റൊട്ടേഷൻ, സ്കെയില് ഇങ്ങനെയുള്ള ഈ 3 ഓപ്ഷൻസിൽ നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ ചെയ്തത് R/90. ഈ ഒരു കോംബോ എന്ന് വെച്ചാൽ
ഓൾട്ട് ആറ്. ഓൾട്ട് ആറ് എന്ന് പറയുന്നത് റൊട്ടേഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആർ റൊട്ടേഷൻ വൈ ആക്സിലോട്ട് ലോക്ക് ചെയ്യുക, എന്നിട്ട് 90 കൊടുക്കുക എന്ന് പറയും. അപ്പോൾ ഈ ഒരു സർക്കിൾ ഈ ഒരു സൈഡിലോട്ടാണ് റൊട്ടേറ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് അത് ഇതുവരെ ഞാൻ കൺഫേം ചെയ്തിട്ടില്ല. ലൈഫ് ക്ലിക്ക് കൊടുക്കുക, കൺഫേം ചെയ്യുക. ഇപ്പൊ നമുക്ക് ഈ ഫ്ലിപ്പ് അപ്പുറത്തെ സൈഡിലോട്ടാണ് ഈ ഒരു റൊട്ടേഷൻ ചെയ്യേണ്ടതെന്ന് ഉണ്ടെങ്കിൽ ബാക്ക് സ്പേസ് കൊടുക്കുക, എന്നിട്ട് -90 കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് റൊട്ടേറ്റ് ആയിട്ടുണ്ട് 6/90. ഈ കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് ഈ ഒരു വീല് മാറ്റാം, എന്നിട്ട് ഇവിടെ നെയിം വീണ്ടും മാറ്റാം, വീല്. ഓക്കെ, കാർ ബോഡി. ഈ വീല് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോള് വേണമല്ലോ ഈ ഒരു വീല് പ്ലേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു വീല് വീണ്ടും ഒന്ന് ഹൈഡ് ചെയ്യുക, കാർ ബോഡി ഹൈഡ് ചെയ്യുക, എന്നിട്ട് ഷിഫ്റ്റ് ചെയ്ത് സർക്കിൾ. നമ്മൾ നേരത്തെ സർക്കിളിന്റെ വെർട്ടീസ് കൗണ്ട് 14 ആണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ സീനിൽ എപ്പോ നമ്മൾ സർക്കിൾ ആഡ് ചെയ്താലും ഡീഫോൾട്ട് ആയിട്ട് 14 ആയിരിക്കും അതിന്റെ വെർട്ടീസ് കൗണ്ട് വരുന്നത്. അപ്പോൾ ഇത് 14 വെർട്ടീസ് കൗണ്ട് വന്നു. ടാബിലോട്ട് പോവുക, ഫേസ് കൊടുക്കുക, ഫേസ് ഫില്ല് കൊടുക്കുക, എക്സ്ട്രൂഡ് ചെയ്യുക. നമുക്ക് കുറച്ച് കട്ടിക്ക് ഈ ഒരു പോർഷൻ വേണം, എന്നിട്ട് 6/90, എന്നിട്ട് എക്സ് ആക്സിസിലോട്ട് മൂവ് ചെയ്യുക. ഈ കാർ ബോഡി ഒന്നുകൂടെ അൺഹാർഡ് ചെയ്തതിന് ശേഷം ഈ ഒരു സർക്കിൾ സെലക്ട് ചെയ്ത് GX, ഇനി GY ഇവിടെ തൊട്ട് നമുക്കൊന്ന് സ്കെയിൽ ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ഞാൻ വേറൊരു പുതിയ ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. മോഡിഫയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകതരം എഫക്ട്സ് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിലോട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതില് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്ത് വരുന്നൊരു ഓപ്പറേഷൻ ഉണ്ട്, ബൂലിയൻ. അപ്പോൾ നമുക്ക് ഈ ഒരു കാർ ബോഡി സെലക്ട് ചെയ്തതിനു ശേഷം ആഡ് മോഡിഫയേഴ്സിൽ ബൂലിയൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ എക്സാക്റ്റ് ആണ് നമ്മൾ കിടക്കുന്നത്, അത് മാറ്റി ഫാസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഏത് ഒബ്ജക്റ്റ് ആണോ കട്ട് ചെയ്യേണ്ടത് സെലക്ട് ചെയ്തതിനു ശേഷം ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സർക്കിൾ നമ്മൾ ഇപ്പോൾ ഹൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആ ഒരു കട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ? അപ്പൊ ബൂലിയൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ഈ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഈ സർക്കിള് കട്ട് ചെയ്യുക എന്നാണ് ഈ ഒരു ഓപ്പറേഷൻ. ഇതിൽ വേറെയും ഒരു ഓപ്പറേഷൻ ഉണ്ട്, യൂണിയൻ. അതെന്ന് പറയുമ്പോൾ ഈ രണ്ട് ഓബ്ജക്റ്റും കൂടെ ഒന്നായി പോകും. ഇപ്പൊ കണ്ടോ, ഈ രണ്ട് ഓബ്ജക്റ്റും കൂടെ ഒന്നായിട്ടുണ്ട്. അതേപോലെ വേറൊന്നാണ് ഇന്റർസെക്റ്റ്. ഈ രണ്ട് പാർട്ടും കണക്ട് ആയിരിക്കുന്ന ആ ഒരു പാർട്ട് ഒഴികെയുള്ള ബാക്കി എല്ലാ പാർട്ടും നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിഫറൻസ് സെലക്ട് ചെയ്യാം. ഇനി അടുത്ത അതേപോലുള്ള ഒരു ഓപ്പറേഷൻ ആണ് മിറർ. ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം മിറർ എന്ന് പറയുന്ന മോഡിഫയർ ആഡ് ചെയ്യാം. എന്നിട്ട് മിറർ ഓബ്ജക്റ്റില് ഈ ഒരു കാർ ബോഡി സെലക്ട് ചെയ്തതിനു ശേഷം സെലക്ട് ചെയ്യുമ്പോൾ ഇതേ ഒബ്ജക്റ്റ് ഇതിന്റെ എക്സ് ആക്സിസിലോട്ട് കോപ്പി ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയ ഇതിന്റെ അതേ ട്രാൻസ്ഫോർമേഷൻ, സ്കെയിൽ, റൊട്ടേഷൻ ഇപ്പുറത്തെ ഈ ഒരു ഒബ്ജക്റ്റിനും വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്തത് വൈ ആക്സിസിലോട്ടും കോപ്പി ചെയ്യണം. അപ്പൊ അതാ കാണാൻ സാധിക്കും ഈ ഒരു ഒബ്ജക്റ്റ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും കോപ്പി ആയിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഹൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതാ ആ ഒരു കട്ട് ഇതിന്റെ ഈ ഒരു കാറിന്റെ എക്സ് ആക്സിസിലോട്ടും വൈ ആക്സിസിലോട്ടും പോയിട്ടുണ്ട് നമുക്ക് കാണാം. ഇനി ഈ ഒരു ഓപ്പറേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ ഒരു ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം അപ്ലൈ കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഒരു മോഡിഫയറിന്റെ മുകളിൽ ചെന്നിട്ട് Ctrl+A പ്രസ് ചെയ്താലും മതി. അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ അതിൽ അപ്ലൈ ആയിട്ടുണ്ട്. ഇനി ആ സർക്കിള് ഡിലീറ്റ് ചെയ്യാം. ഇനി വീല്
ആ ഒരു പ്ലേസ് അവിടെ പ്ലേസ് ചെയ്യാം. ഇതിന് സിമ്പിളായിട്ട് വേറൊരു കാര്യമുണ്ട്. ഈ ഒരു കാർഡ്ബോർഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുക, കൺട്രോൾ എസ് കൺസെപ്റ്റ് സെലക്റ്റഡ്, അവിടെ പ്ലസ് കൊടുത്തതിന് ശേഷം ഈ ഒരു ഒബ്ജക്റ്റ്, ഈ വീൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, കൺട്രോൾ എസ് സെലക്ഷൻ ടു കർസർ. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ഒബ്ജക്റ്റ് ഈ 3D കർസറിലോട്ട് സ്നാപ്പ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. Z കൊടുത്ത് സ്കെയിൽ ചെയ്യാം. കുറച്ചൊന്ന് വലുതാക്കണം. അത് SX അപ്പോൾ നമുക്ക് ആ ഒരു വീൽ അവിടെ ആയിട്ടുണ്ട്. അത് നേരത്തെ ചെയ്തതുപോലെ മിറർ മോഡിഫയർ ആഡ് ചെയ്യുക, മിറർ ഒബ്ജക്റ്റ് കാർ കൊടുക്കുക, എന്നിട്ട് എക്സും വൈയും കൊടുക്കുക. ഇപ്പൊ അതാ നോക്കിയറിയാം, നമുക്ക് നമ്മുടെ കാറിലോട്ട് നമ്മള് വീല് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പാർട്ടിൽ നമുക്ക് ഈ ഒരു കാറിന് നമുക്ക് ടെക്സ്ചർ ആഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ Instagram ID ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.